നിങ്ങൾ വാ തുറക്കില്ലെന്ന് എനിക്കറിയാം. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, ഒന്നും അറിയാത്ത പുള്ളയെന്ന വിചാരം. ഇന്ന് ഇതിന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടോ കാര്യമുള്ളൂ. നിങ്ങളുടെ അമ്മയെ ഞാൻ വിളിക്കട്ടെ? അങ്ങനെ വിട്ടാ പറ്റില്ല, കുറച്ച് നാളായി തുടങ്ങിയിട്ട്. ഹലോ അമ്മേ, അമ്മ ഇവിടം വരെ വരണം. നിങ്ങളുടെ മോനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ എന്റെ ആങ്ങളയോടും ചേച്ചിയോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നോട് പറയാൻ ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോടാം. പറയില്ലാന്ന് എനിക്കറിയാം. അവരും കൂടെ വരട്ടെ, നമുക്ക് തീരുമാനമാക്കാം. എന്താ മോളെ പ്രശ്നം? എന്തിനാ നീ വരാൻ പറഞ്ഞേ? നിങ്ങളുടെ മോൻ തന്നെ പ്രശ്നം. എന്റെ വീട്ടുകാരും കൂടെ വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം. എന്താടാ നീ എന്താടാ ഇത് തല കുമ്പിട്ട് വെക്കാണ്ട് കാര്യം പറയടാ. എടാ എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തോലയ്ക്കാൻ. നിങ്ങളും കൂടെ വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്താടി, എന്താ പ്രശ്നം? അളിയാ അളിയൻ മോളെ അവരും വന്നില്ലേ, ഇനി നീ എന്താന്ന് വെച്ചാ പറയാ. എന്താ കാര്യം നമുക്ക് അറിയണോ? ഈ നിൽക്കുന്നവനില്ലേ അമ്മയുടെ മോൻ, പൊന്നാര മോൻ, ഇയാൾ കഴിഞ്ഞ ദിവസം ഫുൾ ടൈം ഒരുത്തിയായിട്ട് കറങ്ങി നടക്കുമായിരുന്നു. അമ്മയ്ക്ക് അറിയാവോ അത് ഞങ്ങളുടെ പുതിയ ബൈക്കില്. രണ്ടുപേരും കൂടെ ഹെൽമെറ്റ് വെച്ചാൽ എനിക്ക് മനസ്സിലാവില്ലാന്ന് വിചാരിച്ചോ? എന്നെ ചതിച്ച ഒരുത്തന്റെ കൂടെ ഇനി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഇന്ന് അതിനൊരു തീരുമാനം വേണം. അതിനാണ് നിങ്ങളോടെല്ലാം വരാൻ പറഞ്ഞത്. എടാ എന്താടാ ഈ കേൾക്കണേ? ഇതിനാണോടാ നിന്നെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചേ? നിനക്കില്ലടാ ഒരു പെങ്ങൾ ഇതുപോലെ. അവക്ക ഈ ഗതി വന്നെങ്കിലും നീ സംരക്ഷിക്കുന്ന വിചാരിച്ചല്ലേ ഇവളെ നിനക്ക് കെട്ടിച്ചു തന്നത്. ഇവക്ക് എന്ത് കുറവുണ്ടായിട്ടാടാ നീ മറ്റവളെ കൊണ്ട് കറങ്ങാൻ പോയത്? തലയും കുമ്പിട്ട് വെക്കാണ്ട് വാ തുറന്ന് വല്ലതും പറയടാ. നിന്നോടാ പറയാ. അളിയാ എന്ത് പരിപാടികളെ കാണിച്ചേ? ഇതിനാണോ ഇവിടെ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നത്? എനിക്ക് ആകെയുള്ള ഒരു സഹോദരിയാ, അവളോട് നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ഇവളൊരുത്തി ഇവിടെ നിൽക്കുമ്പോ വേറൊരുത്തിയുടെ കൂടെ ബൈക്കിൽ കറങ്ങാൻ എങ്ങനെ തോന്നി അളിയാ? ഇത്ര ചീപ്പാണോ നിങ്ങൾ? നിന്റെ കയ്യിൽ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലടാ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു ഒളിപ്പില്ലാണ്ട് അവൻ നിൽക്കണം. നോക്കി വാ തുറന്ന് പറയടാ. നീ വാ തുറക്കും, ഇപ്പൊ വാ തുറക്കും ഇയാള് ചതിയൻ. മോളെ നീ എന്തായാലും ഇത് പുറത്ത് ആരോടും പറയണ്ട. നിനക്ക് അവളെ അറിയാവുന്നതാണ്. ഇവിടെ അടുത്തുള്ളതാ. ഞാൻ അവളോട് സംസാരിക്കാൻ. മോളെ നീ എവിടെ വെച്ചാ അവളെ കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ മേ, ടൗണിൽ കൂടെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുമായിരുന്നു. ശരി, നീ എപ്പോഴാ അവരെ കണ്ടത്? എത്ര മണിക്കാ കണ്ടത്? അത് 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 എപ്പോഴാ കണ്ടത്? നീ പറയടി, ആലോചിച്ച് കണ്ട് എന്നിട്ട് വേണോനെ പറയാൻ. നിന്റെ ആങ്ങളെയാ ചോദിക്കണേ, പറയാൻ. ഉണ്ടോ? ഞാൻ സ്വപ്നത്തിലാ കണ്ടത്. നീ എന്താ പറഞ്ഞേ? ഇയാള് വേറൊരുത്തിയായിട്ട് കറങ്ങണം ഞാൻ സ്വപ്നത്തിലാ കണ്ടെന്ന്. പൊന്നു മോളെ, എങ്ങനെയാണോടി നീ ഞങ്ങളെയൊക്കെ വിളിച്ച് വരുത്തിയത്? ആണുങ്ങളായാലേ വാക്കിന് വില വേണം. ഇത് വാക്കൊന്ന് പ്രവൃത്തി വേറൊന്ന്. അതിന് ഞാൻ എന്താണ് നിങ്ങളോട് പറഞ്ഞ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ കല്യാണം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞു? ഒന്ന് ഓർത്തു നോക്ക് നിങ്ങളാ. നിങ്ങൾ എന്നെ എപ്പോഴേലും പറ്റിക്കോ? അതെന്ത് ചോദ്യം തന്നെ? സ്വപ്നത്തിൽ പോലും നിന്നെ ഞാൻ ചതിക്കില്ല. പറ നിങ്ങൾ വാക്ക് പാലിച്ചില്ലല്ലോ. സ്വപ്നത്തിൽ എന്നെ ചതിച്ചില്ലേ? ചതിയൻ. ഹലോ, കുതിരവട്ട ആശുപത്രിയല്ലേ? ഒരു ആംബുലൻസ് വിടാവോ?